ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിന്നൊരു യാത്രയിലാണേ. ഞങ്ങളിന്നൊരു പാലുകാച്ചിന് പോവാം. നമുക്ക് പോകും വഴി കാണാം. അതിയുടെ ഇളയ അമ്മാവൻ്റെ പാലുകാച്ച് പുതിയ വീട്. അങ്ങനെ നമ്മുടെ വീടിൻ്റെ പൂജയൊക്കെ നടക്കുവാണേ. ഞങ്ങൾ പത്തനംതിട്ട ജില്ലക്കാരാണ്. അപ്പം ഇത് പത്തനംതിട്ട ജില്ലയുടെ ബോർഡറാണ് കലഞ്ഞൂർ എന്ന് പറയുന്നത്. കൊല്ലം ജില്ലയുടെ പത്തനംതിട്ട ജില്ല. അപ്പം ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. നമ്മൾ പാലുകാച്ചിന് കയറുമ്പം പുറത്ത് കൊണ്ടുവന്ന സാധനങ്ങളായി കാണുന്നത്. പിന്നെ അടുപ്പത്തല്ലയോ ചോറ് വെക്കാനുള്ള സാധനം അതല്ലയോ പാലുകാച്ച. പാല് കാച്ചാനുള്ള പാല്, അരി, കാര്യം ബാക്കി സാധനങ്ങളൊക്കെയാണ് അത്. ചടങ്ങുകളൊക്കെ ആരംഭിക്കുകയാണ്. കുടുംബ വിറക് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. തന്ത്രി മുഖ്യൻ നമ്മളങ്ങനെ അജിതയുടെ മാമന്റെ വീടിന്റെ കയറുത്ത അവസരം കാണാം. പാലുകാച്ചിന് വന്നേക്കോണേ. നമുക്ക് വീടൊന്ന് കാണാം. മടി വീടൊക്കെ കാണിച്ചിടാ. കണ്ടോ, സെറ്റപ്പ് വീടാ. വീടൊക്കെ കണ്ടല്ലോ. നമുക്കിനി വീടിനകത്തോട്ടെ ഒന്ന് കയറാം. ബാ. നേരത്തെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു വഴിയായിരുന്നു. ഇപ്പൊ നല്ല സെറ്റ് വഴിയായിട്ടുണ്ട്. കാറൊക്കെ പോകത്തൊക്കെ വേണം. വീടിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കണ്ടല്ലോ. ഇവിടെ നിന്നുള്ള വ്യൂ ഒന്ന് കാണിച്ചു. ഗേറ്റ് സെറ്റപ്പ് എല്ലാം ഉണ്ട്. പുറം ഭാഗം കാണാം. ബാ. നേരത്തെ ഇവിടെ ഈ വീട്ടിരുന്ന സ്ഥലം കുടുംബമായിരുന്നേ. ചെറിയൊരു വീട്, ഷീറ്റൊക്കെ ഇട്ട് ചെറിയൊരു വീടായിരുന്നു. ഇപ്പം അത് മാറ്റിയാണ് നമ്മളിവിടെ മാമനൊക്കെ പുതിയ വീട് പണിഞ്ഞേക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന കിണറാത്. നിയമപ്രകാരമേ പുതിയ വീടും അല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന വീടും കിണറും തമ്മിൽ 3 മീറ്റർ ഡിസ്റ്റൻസ് ഏറ്റവും മിനിമം ഉണ്ടാകണം. അപ്പോൾ ഈ നമ്മുടെ വാനവും കാര്യങ്ങളൊക്കെ വരുമ്പം 1 മീറ്റർ പോലും ഇല്ല, 1/2 മീറ്ററിന് അടുത്തേ വരുന്നുള്ളൂ. ഉണ്ടല്ലോ, ആ ഡിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് മാമനൊക്കെ പുതിയ കിണർ ഇവിടെ സെറ്റ് ചെയ്തു. അപ്പോൾ അത് വെള്ളം കണ്ടു. പിന്നെ ഇനി അത് മാമനൊക്കെ പറഞ്ഞത് ഒരു മഴക്കുഴി ഉള്ള സെറ്റപ്പ് ചെയ്യാനും വേണ്ടിയാണ്. മഴവെള്ള സംഭരണി സെറ്റ് ചെയ്യാനാണ് ഇതിനകത്ത്. അവരുപയോഗിക്കാൻ ഇനിയും പോകുന്ന പുതിയ കിണറായിരിക്കും. കോമ്പൗണ്ടൊക്കെ ഒന്ന് കാണാൻ. കണ്ടല്ലോ, ഇതിപ്പം നിരത്തി സെറ്റായി കഴിഞ്ഞപ്പം നേരത്തെ ഞങ്ങൾ വരുമ്പം ഇത്രയും വലിയ പ്രോപ്പർട്ടി ആയിട്ട് തോന്നത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം കണ്ടോ, നിരത്തി എല്ലാം സെറ്റാക്കി നല്ല സെറ്റ് പുരടമായി. ഈ ഭൂമി നേരത്തെ സ്റ്റെപ്പായിരുന്നു, തട്ടുകെട്ട് ഭൂമിയായിരുന്നു. നമുക്ക് ഇത്രയും വിസ്താരം തോന്നത്തില്ലായിരുന്നു. ഇതിപ്പം ഈ വീട് പണിയാനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഇവിടെ ഈ തട്ടായിട്ടുള്ള മാറ്റിയെല്ലാം നിരത്തി സെറ്റാക്കിയപ്പം നല്ല വൃത്തിയുള്ള ഭൂമി, നല്ല ഏരിയ ആയി. ഇപ്പം നമുക്കൊരു ലോറി വേണമില്ലാത്ത കയറ്റാം. ആ രീതിയിൽ സെറ്റപ്പായി. ഓക്കെ, ഇനി നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കയറാം. ബാ. ഇവിടെ ആദ്യം നമുക്ക് പൂജാമുറി കാണാം. കണ്ടോ, നമ്മുടെ മാമൻ്റെ വീടിൻ്റെ പൂജാമുറി സെറ്റപ്പ് ഒക്കെ കണ്ടല്ലോ. ഇപ്പം നമുക്ക് വീടിനകത്തോട്ടൊന്ന് കയറാം. വാ. മാമിയെ പരിചയപ്പെടുത്തിയില്ല. ഇതാണ് മാമി. ഇതാണ് മാമി. അത് മാമൻ, ഇളയ മാമൻ, മാമി. ഇത് ഇവരുടെ, നിങ്ങൾ 4 കൂടെ നിന്നേ. വാ. അപ്പം നമ്മുടെ മാമൻ, മാമി, മൂത്താള്, ഇളയാള്. ഇതാണ്. അമ്മോ, എന്തെങ്കിലും ഒന്ന് പറ. പുതിയ വീടൊക്കെ ആയി. പുതിയ വീട് സന്തോഷമായല്ലോ. ഹാപ്പിയാണേ മാമി? ഹാപ്പിയാണേ? ഓക്കെ. ഇതാണ് നമ്മുടെ അജിതയുടെ ഇളയ മാമന്, മാമി, മക്കൾ. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്യണം. മാമിന്റെ ഒക്കെ ഈ വീട് ചെയ്ത് ഈ നമ്മുടെ അടുത്ത് തന്നെയുള്ള സജി എന്ന് പറഞ്ഞ ആളാണ് നമുക്ക് പരിചയമുള്ള. ഈ സജി എന്ന ഗവൺമെന്റിന്റെ വർക്ക്, PWD വർക്കൊക്കെ ചെയ്യുന്ന ആളാണ്. പിന്നെ അല്ലാതെ നമ്മൾ മെറ്റീരിയൽ എടുത്ത് കൊടുത്താലും ചെയ്യും. അല്ലാതെ ഫുൾ വർക്ക് പുള്ളി തന്നെ ചെയ്ത് വീടിന്റെ ഒക്കെ തീർത്ത് താക്കോലെടുത്ത പണിയുണ്ട്. ഇതാണ് കോൺട്രാക്ടറുടെ പേര്, മിഖായിൽ ഡെവലപ്പേഴ്സ്. കണ്ടോ, മിഖായിൽ ഡെവലപ്പേഴ്സ്. അപ്പൊ നമ്മള് ഈ പുള്ളിയുടെ നമ്പർ അടിയിൽ കാണിക്കാം. അപ്പോൾ ആർക്കെങ്കിലും വർക്കിന്റെ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളിയെ സമീപിക്കാം. നല്ല അടിപൊളി വർക്കാണ് പുള്ളിയുടെ. ഓക്കെ. ഹാള്, ഓപ്പൺ കിച്ചൺ, അപ്പുറത്ത് നമ്മുടെ സാധാരണ നോർമൽ കിച്ചൺ ഉണ്ട്. അത് ഇവിടെ തന്നെ നമുക്ക് 2 ബെഡ്റൂം ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമേ. അപ്പൊ ഇവിടെ വെച്ചായിരുന്നു നമ്മുടെ പൂജയുള്ള കാര്യങ്ങൾ. പൂജ രാവിലെ കാണിച്ചായിരുന്നല്ലോ, പൂജ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ സാധാരണ ഈ കന്നിമൂലയ്ക്ക് വെച്ചാണ് പൂജ നടക്കുന്നത്. അത് മാസ്റ്റർ ബെഡ്റൂം ആണ്. മാസ്റ്റർ ബെഡ്റൂമിന്റെ പൊസിഷൻ കന്നിമൂലയായിരിക്കും. പിന്നെ ഇവിടിനകത്ത് മാസ്റ്റർ ബെഡ്റൂമിനകത്തൊരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. കണ്ടല്ലോ, ഇന്നതൊക്കെ സെറ്റപ്പ് ഒക്കെ നടക്കുന്നേ ഉള്ളൂ. നല്ല അടിപൊളി ബാത്റൂമാണ്. വാഷിംഗ് മെഷീൻ ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇനി സെറ്റ് ചെയ്യണം നമുക്ക്. വാ. അപ്പുറത്തെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് നമുക്ക് ഈ ഹാളിൽ തന്നെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. കണ്ടോ, ഇതാണ് കോമൺ ബാത്റൂം. ഇതാണ് മാമന്റെ ഇളയമാന. പുള്ളിയോട് ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. എന്തോ
ഇതേ ഇത് കോൺട്രാക്ടറുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ? ഇത് അങ്ങനെ ചെയ്ത് കോൺട്രാക്ടർ ഫുള്ള് ഹൗസിന്റെ ഫുൾ പരിപാടിയുണ്ട്. ഒരു ഇന്റീരിയർ പാർട്ട് നമ്മളാണ് ചെയ്തേക്കുന്നത്. ശരി. ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ നമ്മള് ഈ സംഭവങ്ങള് മറ്റേ ജിപ്സം വർക്ക്സ്, പിന്നെ ഇതിനകത്ത് നമ്മുടെ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഫാന്, ലൈറ്റ്, ഇതെല്ലാം നമ്മളാണ്. അത് നമ്മൾ തന്നെ. അല്ല ബാക്കി പണികളാണ്. കിച്ചന്റെ വർക്ക് അപ്പം കിച്ചന്റെ വർക്ക് ഫുള്ളി ആയിരുന്നു. കിച്ചന്റെ നമ്മുടെ ഇലക്ട്രോണിക് സാധനങ്ങളും സ്റ്റവും പിന്നെ സിങ്കും നമ്മൾ മേടിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം അവർ തന്നെ ചെയ്തത്. നമുക്ക് ഓപ്പൺ കിച്ചൺ ചെയ്തിട്ടുണ്ട്, അന്ന് കാണാം. അതാണ് എന്ത് ഇതാണ് ഓപ്പൺ കിച്ചൺ സെറ്റപ്പ്. ഇവിടെ ഓട്ടോ ഇഗ്നീഷനുള്ള ഒരു 3 ബർണർ സ്റ്റവ്. ഇതൊക്കെ നമ്മൾ തന്നെ മേടിച്ചല്ലേ? ഇതുണ്ടോ? പക്ഷെ ഗ്യാസ് വെച്ചിട്ടില്ല, അതുകൊണ്ട് കത്തത്തില്ല കേട്ടോ. എന്നിട്ട് പ്രസ് ചെയ്യുമ്പോൾ അതോ ജസ്റ്റ് പ്രസ് ചെയ്തത് അപ്പം മിഷൻ വരും കണ്ടോ. എന്നിട്ട് തിരിച്ചു കൊടുത്താൽ മതി. ഗ്യാസ് ഉണ്ടെങ്കിൽ കത്തും, അല്ലെങ്കിൽ കത്തത്തില്ല. പിന്നെ ഇത് ആ ചിമ്മിനി, ഇതൊരു ചിമ്മിനിയാണ്. ഒന്ന് കാണിച്ചു തരാം. കഴിഞ്ഞ് നിൽക്കുന്നതാണോ ചിമ്മിനി ഓണാവും. ഈ എയർ ഒക്കെ ഉണ്ടെങ്കിൽ സക്കി അടിച്ച് വെളിവിടും. പിന്നെ ഓഫ് ചെയ്യണമെങ്കിൽ കേട്ടോ. ഇതിപ്പം ഓഫ് എന്നുള്ള ഫംഗ്ഷനിലേക്ക് വന്നു. പക്ഷെ ഓഫ് ആകുന്നത് ഒരു 3 മിനിറ്റ് ടൈമർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഓഫ് ചെയ്യണമെങ്കിൽ ഒന്നും കൂടെ കയ്യിൽ നിന്ന് മേടിച്ചാൽ മതി കേട്ടോ. ഇതാണ് ഇതിന്റെ ഫംഗ്ഷൻ. ഇവിടെ കമ്പോർഡുകളെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ടോപ്പിലുണ്ട്, മുകളിലുണ്ട്, എല്ലായിടത്തും കമ്പോർഡൊക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ഈ വീടിന്റെ ബഡ്ജറ്റിൽ കൊള്ളിച്ചിരുന്ന കോൺട്രാക്ടർ തന്നെ ഇല്ലേ? ഇതെല്ലാം കോൺട്രാക്ടർ തന്നെ ചെയ്തതാണ്. പിന്നെ ഇവിടെ ഒരു ഈശനായ ഉണ്ട്. ഇതിന്റെ പേര് സിങ്ക് ഉണ്ട്. ഇത് മോസ്റ്റ് മോഡേൺ സംഭവമാണ്. ഇത് എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും പറഞ്ഞുള്ളൂ. ആ പൊട്ടൊക്കെ വലിക്കാം, വെള്ളമൊക്കെ വരും. ഇപ്പൊ ഇതെല്ലാം കണ്ടല്ലോ. നമുക്ക് കിച്ചൺ ഉണ്ട് നോക്കാം. നമ്മുടെ സാധാരണ കിച്ചണ് നമ്മളിവിടെ ആലുവ അടുപ്പാണ് ചെയ്തത്. രാവിലെ കണ്ടല്ലോ നമ്മൾ ഇവിടെയാണ് പാല് കാച്ചത്. പാല് കാച്ചിയൊക്കെ കാണിച്ചായിരുന്നല്ലോ. അപ്പൊ ഇത് ആലുവ അടുപ്പാണ് ചെയ്തത്. പുകയൊക്കെ വെള്ളിലോട്ട് നമുക്ക് പോകണം. 3 നടപ്പിന്റെ ആലുവ അടുപ്പുണ്ട്. ഇതെല്ലാം നമ്മുടെ ഈ കോൺട്രാക്ടർ തന്നെ ചെയ്തു തന്നത്. ഇതെല്ലാം തന്നെയുള്ള ഈ സിങ്ക് നമ്മൾ വെച്ചായിരുന്നു. അപ്പം നമ്മൾ അപ്പുറത്ത് കണ്ട ഓപ്പൺ കിച്ചണിൽ കണ്ട സിങ്ക് നമ്മൾ തന്നെ മേടിച്ചു കൊടുത്ത് ചോദിച്ചു കേട്ടോ. പിന്നെ പുറകിലോട്ട് ഇറങ്ങാനുള്ള വഴിയാ ഒരു ഔട്ട്ഡോറ്. ഇങ്ങോട്ട് ഇറങ്ങാൻ വിശാലമായ പുറഭാഗം മുമ്പേ കാണിച്ചായിരുന്നല്ലോ. പുറഭാഗമുണ്ട്. അതേപോലെ ഇങ്ങേ സൈഡിലും ഉണ്ട്. ഇങ്ങേ സൈഡിൽ നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷൻ കിടക്കുവാണെങ്കിൽ ടേബിളൊക്കെ ഇട്ട് ഇരിക്കാനുള്ള സംവിധാനം ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇപ്പം പഴയ ഒരു സെറ്റപ്പേ അല്ല. ഞങ്ങൾ നേരത്തെ വന്ന ഒരു സെറ്റപ്പല്ല, ഇപ്പോൾ ആ പോലെ മാറി. ഓക്കെ. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഹാള്, ഓപ്പൺ കിച്ചണ്, നോർമൽ കിച്ചണ്, കന്നിമൂല ഒരു മാസ്റ്റർ ബെഡ്റൂം, ഒരു കോമൺ ടോയ്ലറ്റ്, ഒരു ബെഡ്റൂം കൂടെ വരുന്നുണ്ട്. ഇതാണ് നമ്മൾ ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാനുള്ള ബെഡ്റൂം. ഇതൊരു വാർഡ്രോബ് ഒക്കെ വെച്ചിട്ടുണ്ട്. സെറ്റാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ഡീറ്റെയിൽസ് ഒക്കെ ഇത് കാണാൻ വന്നതാണ്. കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളൊരു ബാൽക്കണിയുണ്ട്. അപ്പം ഇവിടുന്ന് നമ്മൾ വെളിയിലേക്ക് ഒരു ആക്സസ് ഉണ്ട്. ഇറങ്ങി കഴിഞ്ഞാൽ കണ്ടോ മുകളിലത്തെ സിറ്റ് ഔട്ട്. ഇവിടുന്ന് നല്ല വ്യൂ ആണ്. അടുത്തുള്ള ലൊക്കേഷൻ മുഴുവൻ കാണാം. കാണിച്ചിട്ടില്ലല്ലോ. നമ്മുടെ വീട് അജിതയുടെ ഒക്കെ വീട് ആ സൈഡിലായിട്ട് വരുവേ. അവിടെ കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. ഈ റോഡെന്ന് പറഞ്ഞാൽ നേരെ കലിഞ്ഞൂരിന് പോകുന്ന റോഡാണ്, കലിഞ്ഞൂര്. അപ്പം ഇവിടുന്ന് ഒരു 1, 2, 3 വീട് കഴിഞ്ഞാലേ 3, 4 വീട് കഴിഞ്ഞാലുണ്ട് അജിതയുടെ വീടാണ്. അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള മേളിൽ നിന്നുള്ള വ്യൂ മുമ്പേ കാണിച്ചത്. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂം കൂടെ, അതും കൂടെ ഒന്ന് കാണാം. വന്നാൽ ഇതൊരു ബെഡ്റൂമാണ്. ഇത് ഇവിടുത്തെ ഇളയ മോളിൻ്റെ, ഇത് ഇവിടുത്തെ ഇളയാള് ചന്തുവിൻ്റെ ബെഡ്റൂമാണ്. ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഇതിൻ്റെ തൊട്ട് താഴെയാണ് നമ്മുടെ പൂജാമുറിയൊക്കെ ഈ സൈഡിലായിട്ട് വരും. ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. കണ്ടോ, സെറ്റ് ബാത്റൂമാണ്. ടോയ്ലറ്റ്, ക്ലോസറ്റ്, അത് ബാക്കി കാര്യങ്ങൾ ഷവറൊക്കെ എല്ലാം സെറ്റപ്പ് ഉണ്ട്. സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ട് കോൺട്രാക്ട്. എന്തായാലും ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് ഇതിന് തുറന്ന ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് സൈഡിൽ. ഇത് കോൺട്രാക്ടറുടെ അല്ല, ഇതൊക്കെ നമ്മുടെ ഐഡിയയിൽ, അതായത് ഇവിടുത്തെ ചന്തുവിന്റെ അനന്തുവിന്റെ ഐഡിയയിലാണ് കൂടുതൽ ഇന്റീരിയർ ചെയ്തേക്കുന്നത് കേട്ടോ. ഒരു ബെഡ്റൂം കൂടെ ഉണ്ടേ. ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോൾ ഈ സൈഡിലും കൂടെ ഒരു ബെഡ്റൂം ഉണ്ട്. നമുക്ക് അതുകൂടെ കാണാം. നോക്കിയാട്ടെ, ഇത് മൂത്താള് അനന്തുവിന്റെ ബെഡ്റൂമാണ്. ഇവിടെയുണ്ട് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സെയിം അപ്പുറത്തെ സെയിം ടോയ്ലറ്റ് തന്നെ.
എടുക്കുന്ന ആളുടെ ക്യാമറ കിട്ടി. ഗ്ലാസ് അല്ലേ? ഓക്കെ, നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ ഇതിൻ്റെ റൂഫ് ടോപ്പിലോട്ട് കയറുന്നൊരു എൻട്രൻസ് മോളുണ്ട്. ഇവിടെയാണ് നമ്മൾ ഒരു വാഷിംഗ് മെഷീനൊക്കെ വെക്കാൻ വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നത്. ഉണ്ടോ, ഇത് ടാപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ്റെ വെള്ളം പോകാനുള്ള ഔട്ട്ലെറ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുവഴി മേപ്പോട്ട് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ റൂഫ് ടോപ്പിൽ കയറാം. എന്തെങ്കിലും ഉണങ്ങുമോ, വാട്ടർ ടാങ്കിയൊക്കെ ഉണ്ട്, എന്തെങ്കിലും ഇട്ട് ഉണങ്ങാനും പിടിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ മുകളിൽ കയറിയാൽ നല്ലൊരു വ്യൂ ആയിരിക്കും. പക്ഷെ നമുക്ക് മുകളിൽ ഇപ്പം കയറുന്നില്ല. നമ്മൾ എന്തെങ്കിലും ഹെലിക്കാം ഒക്കെ മേടിക്കുന്ന സമയത്ത് ഹെലിക്കാം ഷോട്ടൊക്കെ കാണിക്കാം. അതുകൊണ്ട് അതുകൊണ്ടോ ആ ഭാഗം കാണുന്നുണ്ടോ, അതാണ് കൊടുമൺ പ്ലാന്റേഷൻ. ആ കാണുന്ന ആ വൈഡ് ഏരിയ എത്രയോ കിലോമീറ്റേഴ്സ് എന്ന് പറയും, അതെല്ലാം കൊടുമൺ പ്ലാന്റേഷൻ്റെ ഭാഗമാണ് അതെല്ലാം. അപ്പോൾ അനന്തു, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ഞായറാഴ്ച അല്ലേ റിസപ്ഷനും കാര്യങ്ങളൊക്കെ, അപ്പോൾ നമുക്ക് അന്ന് കാണാം. ബാക്കി വീഡിയോസ് നമുക്ക് അന്നേരം എടുക്കാം. ഓക്കെ, ഇതിപ്പം നമ്മൾ ജസ്റ്റ് പാലുകാച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് എടുത്താണ്. അപ്പോൾ ഞായറാഴ്ച കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യുമല്ല, ഈ പാലുകാച്ചിൻ്റെ വീഡിയോയും ഞായറാഴ്ചത്തെ ഫംഗ്ഷൻ റിസപ്ഷൻ ഉണ്ട്, അത് രണ്ടും കൂടെ ഒരുമിച്ച് ഉള്ള വീഡിയോ ആയിരിക്കും ഇടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.